ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കവറുകളൊക്കെ ഇതുപോലെ ഉണ്ടാവാറുണ്ട്. ഇത് ചിലപ്പോൾ നമ്മളത് ഒന്നാകെ ഇതുപോലെ ഒന്ന് ചുരുട്ടിക്കുട്ടി എവിടെയെങ്കിലും ഒരു മൂലയിലൊക്കെ കൊണ്ട് വെക്കാറായിരിക്കും പതിവ്. പക്ഷെ ചില സമയത്ത് നമുക്ക് എടുക്കാൻ ആവശ്യത്തിന് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ വെച്ച സ്ഥലം മറന്നു പോവുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് ഒഴിവാക്കിയൊക്കെ പോകും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് ഏഹ്, എങ്ങനെ അടുക്കി ഒതുക്കി വെക്കാം എന്നതാണ് ഈ ടിപ്പിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഇതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിനായി ഞാനിതാ ഇതുപോലെ ഒരു ബോട്ടിലായിട്ട് എടുക്കുന്നത്. ഉപയോഗിക്കുന്ന ബോട്ടിലായാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഇതിപ്പോൾ ഞാനിതാ ഒരു കവർ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കവർ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് അഥവാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ കേട്ടോ, ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത കവർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ കുറച്ചൊരു വീതിയുള്ള ഒരു ബോട്ടിൽ ആണ് കേട്ടോ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കവർ മാത്രം എടുക്കുക, അല്ലെങ്കിൽ അയക്കാൻ ഇതൊക്കെ ഒഴിവാക്കണം തന്നെ ഒഴിവാക്കാം കേട്ടോ. അപ്പം അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു തുണിക്കവറാണ് കേട്ടോ. അതായത് നമ്മുടെ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലെയുള്ളൊരു ഒരു തുണി കവർ പോലത്തെ ഒരു കവർ നമുക്ക് എടുക്കാം. തുണി അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കറക്റ്റ് ലെവൽ നോക്കുക. ഈ ഒരു കറക്റ്റ് സൈഡ്, അതായത് ഇതിൻ്റെ നേരെ ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. ആ ഭാഗം വെച്ച് നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഈ ഒരു സെൻറ്ററിൽ തന്നെ. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതിൻ്റെ ആ ഒരു എൻഡിൽ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു കവർ ഇട്ട് കൊടുക്കാം. അഥവാ ഈ ഒരു കവർ ഇതുപോലെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇതുപോലെ എടുക്കുക. ഇതുപോലെ തന്നെ ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ തന്നെ ഓരോ കവർ ഓരോന്നിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ ഈ കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഞാൻ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സൈഡിൽ വരും. അപ്പോൾ നമ്മൾ ടിഷ്യൂലൊക്കെ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ടിഷ്യൂവിൻ്റെ ആവശ്യങ്ങൾക്ക് ടിഷ്യൂ ഒക്കെ നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കാറുണ്ടല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഓരോ കവറുകളും നമുക്ക് എടുക്കാം കേട്ടോ.